പ്രൈസ് ലോർഡ്. ഒരിക്കൽ ദൈവം ഹബക്കൂക്ക് എന്ന പ്രവാചകനോട് സംസാരിച്ചു. ഇസ്രായേൽ മക്കൾ ദൈവത്തിൻ്റെ വഴിവിട്ട് അവർക്കിഷ്ടമുള്ളതുപോലെ നടക്കുന്നത് കണ്ടിട്ട് ദൈവം ഹബക്കൂക്ക് പ്രവാചകനോട് പറയുകയാണ്, ഞാൻ ഈ ജനത്തെ ബാബിലോണിൻ്റെ രാജാവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കാൻ പോവുകയാണ്. ഈ വാർത്ത കേട്ട് ഹബക്കൂക്ക് പ്രവാചകൻ നടുങ്ങിപ്പോകുവാനിടയായിത്തീർന്നു. താന് വിഭ്രമം പിടിച്ച ഒരു മനുഷ്യനെ പോലെ ദൈവത്തോട് ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ദൈവമേ, എന്തുകൊണ്ട് ഒരു ശത്രു രാജാവിൻ്റെ കയ്യിൽ ഞങ്ങളെ ഏൽപ്പിക്കുന്നു? മാത്രമല്ല, അങ്ങനെ ഈ ജനം മറ്റൊരു രാജാവിൻ്റെ കയ്യിൽ അടിമകളായി ഏൽപ്പിക്കപ്പെടുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ പോകേണ്ടി വരുന്ന ചില നീതിമാന്മാരായ, ഒരു കുറ്റവും ചെയ്തിട്ടില്ലാത്ത അല്ലെങ്കിൽ നല്ലവരായ ചില വ്യക്തികൾ അതിൻ്റെ കൂടെ അടിമകളായി പോകേണ്ടി വരും. അവരെന്തിന് അങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകണം എന്ന് ദൈവത്തോട് ചില ചോദ്യങ്ങൾ ചോദിപ്പാനിടയായിത്തീർന്നു. അപ്പോൾ നീതിമാന്മാർക്ക് എന്ത് സംഭവിക്കും എന്നുള്ളത് ഹബക്കൂക്കിൻ്റെ ഒരു ആകുലതയായിരുന്നു. എന്നാൽ ദൈവം ഹബക്കൂക്കിന് ഒരു മറുപടി കൊടുക്കുവാനിടയായിത്തീർന്നു. ഹബക്കൂക്ക് പ്രവാചകൻ്റെ പുസ്തകം 2-ാമത്തെ അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിച്ചിരിക്കും. പ്രിയമുള്ളവരെ, നാം ബാബേൽ പ്രവാസത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ എന്ന് പറയുന്ന എബ്രായ ബാലന്മാരെ പോലെ, അതുപോലെ തന്നെ ദാനിയേലിനെ പോലെയുള്ളവർ ബാബിലോണിൽ വെച്ച് വളരെ പരീക്ഷകളും പ്രശ്നങ്ങളും നേരിടേണ്ടതായിട്ട് വന്നു. എന്നാൽ ഒരു കാര്യം പറയട്ടെ, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്നുള്ള ദൈവത്തിൻ്റെ വചനം പോലെ അവർ വിശ്വാസത്താൽ ജീവിച്ചിരിപ്പാനിടയായിത്തീർന്നു. അവർ വിശ്വാസത്താൽ തീയുടെ ബലം കെടുത്തുവാനിടയായിത്തീർന്നു. വിശ്വാസത്താൽ അവർ സിംഹങ്ങളുടെ വായടയ്ക്കുവാനിടയായിത്തീർന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ വിശ്വാസയാത്രയിൽ റോമാലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നുള്ളത് ദൈവം ചരിത്രത്തിൽ വെളിപ്പെടുത്തുവാനിടയായിത്തീരും. എത്രയൊക്കെ പ്രയാസങ്ങൾ കടന്നു വന്നാലും, എത്രയൊക്കെ പ്രതികൂലങ്ങൾ കടന്നു വന്നാലും ദൈവം തൻ്റെ ജനത്തെ ജയകരമായി മുന്നോട്ട് നടത്തുവാനിടയായിത്തീരും. നമ്മുടെ വിശ്വാസ യാത്ര വിജയകരമായി മുന്നോട്ട് പോകാൻ കർത്താവ് ഇടയാക്കട്ടെ. മേ ഗോഡ് ബ്ലെസ് us. ആമേൻ.